നേരത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വേനൽ മഴ തുടരാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. വയനാട്ടിൽ ഇന്നും പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്. രഞ്ജിത്ത്, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വേനൽ മഴ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പൊതുവിൽ മഴ സജീവമാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്ന് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ആ മേഖലകളിൽ ഉള്ളവർ പ്രത്യേക ജാഗ്രത, പ്രത്യേകിച്ച് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിമിന്നലേറ്റുകൊണ്ടുള്ള അപകടങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനാൽ ഇടിമിന്നൽ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. ഇന്ന് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട്. നാളെ മുതൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വേനൽ മഴ ശക്തമാകാൻ സാധ്യതയെന്നാണ് പ്രവചനം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഈ വേനൽക്കാലത്ത് ആദ്യമായാണ് ഇത്ര അധികം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലേർട്ട് നൽകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഈ വേനൽ മഴ സജീവമായി തുടരുന്നതോടൊപ്പം തന്നെ ചില ജില്ലകളിൽ കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച ജില്ലകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. 8 ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുള്ളത്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടായിരിക്കും ഈ ജില്ലകളിൽ രേഖപ്പെടുത്തുക എന്നുള്ളതും അറിയുന്നുണ്ട്. ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വടക്കൻ കേരളത്തെയും മധ്യ കേരളത്തെയും അപേക്ഷിച്ച് തെക്കൻ കേരളത്തെയും വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് മധ്യ കേരളത്തിൽ ചൂട് കുറഞ്ഞതായാണ് പൊതുവിൽ കണക്കാക്കുന്നത്. കാരണം പല ജില്ലകളിലും ചൂട് ആ മേഖലയിൽ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ നൽകുക.